രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. കേരളത്തിലടക്കം ഹോട്ടലുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. പ്രതിസന്ധിയിലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് LDFിന്റെ നേതൃത്വത്തിൽ ഇന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. എസ് വിനീഷ് കുമാർ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നിന്ന് ചേരും. അതുപോലെ ഇടപ്പള്ളി ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ബിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരും. അതേപോലെ കോഴിക്കോട് വെങ്കടേഷ് ലഞ്ച് ഹോം ബീച്ചിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്കാടി, അതുപോലെ ചെന്നൈയിലെ ചെട്ട്പേട്ട് സ്ഥലത്ത് നിന്ന് മനീഷ് മൂർത്തി, ബാംഗ്ലൂരിൽ നിന്ന് സജു ചാമക്കാലയിൽ കൂടി ചേരും. ആദ്യം നമ്മൾ കടന്നു ചെല്ലുന്നത് തിരുവനന്തപുരത്തേക്കാണ്. കിഴക്കേക്കോട്ടയിൽ എസ് വിനീഷ് കുമാർ ക്യാമ്പ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് മൈ ഗായ്സ്. വിനീഷ് കുമാർ, കിഴക്കേക്കോട്ടയിലെ മിക്ക ഹോട്ടലുകളിലും ഈ പാചകവാതകക്ഷാമം വല്ലാതെ അനുഭവപ്പെടുന്നു. പലതിൻ്റെയും താളം തെറ്റി എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പാചകവാതകക്ഷാമം വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഹോട്ടലുകളെല്ലാം തന്നെ അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പല ഹോട്ടലുകളും ഉച്ചയ്ക്ക് ശേഷവും മറ്റും തുറക്കുന്നതിലാണ് ഉള്ളത്. ഉച്ചഭക്ഷണം മാത്രം കൊടുക്കുന്നതിലേക്ക് ചില ഹോട്ടലുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കിഴക്കേക്കോട്ടയിൽ ഒരു ഹോട്ടലിന് മുമ്പിലാണ്. ഈ ഹോട്ടലിൻ്റെ എന്നുള്ള ജീവനക്കാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അവസ്ഥ? ഗ്യാസ് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും ഇനി? വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇത് എത്ര കാലം ഓടുമെന്ന് പറയാൻ പറ്റില്ല. 1-2 ദിവസം ത്തേക്കുള്ളത് ഉണ്ട്. ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇത് ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് മാറും. കാരണം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആൾക്കാരും ഹോട്ടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിലും ചായ കുടിക്കണമെങ്കിലും എല്ലാം ഹോട്ടലിലേക്ക് വരണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. ഇത് എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ നാടിന് വലിയ ഭവിഷ്യത്തുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ തോന്നൽ. പ്രതിസന്ധി എത്രത്തോളം എത്തിയിട്ടുണ്ട്? ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ കുറച്ചിട്ടുണ്ടോ? ഭൂരിഭാഗം ഐറ്റംസ് കുറച്ച് മാത്രം, അതായത് ജനങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം, അങ്ങനെയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമാക്കി മാറ്റിയിട്ടുള്ളത്. അത് തന്നെ ഇപ്പം എത്ര കാലം പോകുമെന്ന് പറയാൻ പറ്റില്ല. ഊണൊക്കെ എന്താ അവസ്ഥ? ഊണൊക്കെ നിർത്തിയിട്ടുള്ളത്. ഊണെല്ലാം ഗ്യാസ് കൂടുതലുമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകില്ല. ഇത് എത്ര കാലം അങ്ങനെ പോകാൻ പറ്റും? സ്നാക്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ? സ്നാക്സ് അല്ല, സാധാരണ കുറച്ച് നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ്. അത് ഇപ്പം ഓടും. 2 ദിവസത്തേക്കുള്ളത് ഉണ്ടാവും ഇപ്പോൾ ഗ്യാസ്? 2 ദിവസത്തേക്ക് ഓടും എന്നുള്ളത് പറയാൻ പറ്റും. അതിനുശേഷം ശരാശരി ഒരു ദിവസം എത്ര, ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഹോട്ടലുകൾക്ക് എത്ര കിലോ വേണ്ടി വരും? നമുക്കൊരു 2 സിലിണ്ടറോളം വേണ്ടി വരും അടുത്ത്. ഏകദേശം എത്രയുണ്ട്? ഇപ്പം ആ ഒരു 3-3.5 ആ ലെവലിലാണ് ഉള്ളത്. ഇപ്പം കുത്തിയ എല്ലാ ഹോട്ടലുകളുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? വളരെ ദയനീയമാണ്. എല്ലാവരും ഏകദേശം ഒരുപാട് ഹോട്ടലുകൾ പൂട്ടി. ചെറിയ ഹോട്ടലുകളും അല്ലാത്തതായിട്ടുള്ള വലിയ ഹോട്ടലും എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇത് തിരുവനന്തപുരം മാത്രം മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയം. കൂടി പ്രവർത്തിക്കാനുള്ളതേ ഉള്ളൂ ഇപ്പോൾ സിലിണ്ടർ? ഏറെക്കുറെ അത്രേ ഉള്ളൂ. ആത്മവിശ്വാസത്തോടെ അങ്ങനെ പറയാൻ പറ്റും. ഇതാണ് തിരുവനന്തപുരത്തെ ഒരു പൊതു അവസ്ഥ. തിരുവനന്തപുരത്ത് വിനീഷ് കുമാറാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.